ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥനും കുടുംബവും ആരും അറിയാതെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തങ്ങളുടെ പഴയ വീട്ടിലേക്ക് മാറുന്നുണ്ട്. പ്രഭാവതി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിച്ചത്. പിന്നെ അത് മാത്രമല്ല, മീരയുടെ ദുർമരണം നടന്ന വീടായതുകൊണ്ട് തന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേടിയുമുണ്ട്. ഇനിയും ഇങ്ങനെ ചന്ദ്രോത്ത് വീട്ടിൽ തുടർന്നാൽ ജീവൻ ആപത്താണ് എന്നറിഞ്ഞതോടെയാണ് ഇവർ തീരുമാനം എടുക്കുന്നത്. ഏതായാലും സിദ്ധാർത്ഥൻ എല്ലാ കാര്യങ്ങളും ഗിരീഷിനെ മാത്രമാണ് അറിയിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ നന്ദന്റെ ഫോണ് സ്വിച്ച് ഓഫിലുമാണ്. ഇസബെല്ലയും കെവിനും മാറി മാറി വിളിച്ചിട്ടും നന്ദനാന്നുണ്ടെങ്കിൽ കോളും എടുക്കുന്നില്ല. കാരണം അവർക്കറിയില്ല ഇവരിങ്ങനെ വീട് മാറിയ കാര്യം. ഏതായാലും ഒരു ഭാര്യ, അച്ഛനമ്മ എന്ന നിലയിൽ നന്ദനൊപ്പം അവരെന്തായാലും നിൽക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ സത്യങ്ങളും അവരറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇസബെല്ലയും കെവിനും അറിയാതെ തന്നെയാണ് നല്ലത്. കാരണം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടെങ്കിലും നന്ദനെ ചതിക്കുകയാണെന്ന് നന്ദന പോലും അറിയണില്ല. ഏതായാലും ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് മതി ഇനി നന്ദനെ അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം വിട്ടാക്കല് എന്നൊരു കാര്യം ഒരു അച്ഛനെന്ന നിലയിൽ സിദ്ധാർത്ഥൻ വിചാരിക്കുന്നുണ്ട്. ഒരു കുറ്റവാളി എന്ന നിലയിൽ സ്വന്തം മകനായാൽ പോലും ശിക്ഷ അനുഭവിക്കണം എന്നൊരു കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെയും അഭിപ്രായം. പക്ഷേ ഏതൊരു അച്ഛനെ പോലെയും തന്റെ മകൻ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് താങ്ങാനായിട്ടും അദ്ദേഹത്തിന് പറ്റണില്ല. ഇതേ സമയം പ്രഭാവതി എന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എല്ലാവരുടെ അടുത്തുനിന്നും ഇത് മറച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിക്കണം എന്നൊരു കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്. സിദ്ധാർത്ഥൻ എല്ലാ കാര്യങ്ങളും ഗിരീഷിനോട് പറയുന്നുണ്ട്. അതായത് ഒരു സാഹചര്യത്തില് ഋഷിയെ കൊലപാതകം ചെയ്തത് നന്ദനാണെന്നും അതുകൊണ്ട് മാത്രമാണ് അവൻ ഇസബെല്ലേക്കും കെവിനൊപ്പം നിന്നത്. ഇനിയിപ്പോ അവരൊക്കെ ചതിക്കുകയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതി ഇനി നന്ദനെ പുറത്തു കൊണ്ടുവരുന്നത് എന്നൊരു കാര്യം സിദ്ധാർത്ഥൻ തീരുമാനിക്കുകയാണ്. നന്ദൻ ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോൾ തന്നെ ഗിരീഷ് എന്നുണ്ടെങ്കിലും ആകെ ഷോക്കാവാണ്. ചോദിക്കുന്നതിന് മാത്രം ദേവിക ഉത്തരം പറയുമ്പോൾ തന്നെ ഗിരീഷിനായാലും നല്ല ഡൗട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നന്ദന് ഒരാളെ കൊല്ലാൻ പറ്റുമോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഗിരീഷ് എന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഗിരീഷേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ കൈമലർത്തുന്നുണ്ട്. ഏതായാലും ദേവിക എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷാരിയോട് പറയുന്നുണ്ട്. ഇതുവരെയും തൻ്റെ അച്ഛനെ അപായപ്പെടുത്തിയ നന്ദനോട് ഷാരിയയ്ക്കും നല്ല ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സത്യങ്ങളും ദേവികയുടെ വായി നിറഞ്ഞ പിന്നെ ഷാരിയയ്ക്കും നന്ദനോട് ചെറിയ സഹതാപമൊക്കെ വരുന്നുണ്ട്. ദേവികയെക്കാളും എന്തുകൊണ്ടും ഷാരിയയ്ക്ക് തന്നെയാണ് നന്ദന്റെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാവുക. അതായത് ഇസബെല്ലയും കെവിനും ചേർത്തിട്ട് നന്ദനെ ചതിക്കാണ് എന്നൊരു കാര്യം ഷാരിയയ്ക്ക് നല്ലോണം തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സത്യങ്ങളൊക്കെ തന്നെ ഷാരിക തന്നെയായിരിക്കും ദേവികയ്ക്കും നന്ദനും മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്. ഇനി എന്താണ് ചേച്ചിയുടെ പ്ലാന് എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇനി എന്തായാലും എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. എൻ്റെ MLA സ്ഥാനവും ഞാനൊന്നും ആലോചിക്കുന്നില്ല. അരുന്ധതി മേഡത്തിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ ഒരേ ഒരു മകനാണ് ഋഷി. അവരുടെ മകനെ കൊന്നിട്ട് നന്ദൻ എന്തായാലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവൻ ജയിലിലേക്ക് പോകണം എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെ ദേവിക പറയുന്നുണ്ട്. ഏതായാലും ഭാർഗവി എന്നുണ്ടെങ്കിൽ ദേവിയെ കാണാൻ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദൻ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അവന് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണ്. നീ എന്തായാലും പഴയ ദേവികയായിട്ട് നന്ദന്റെ മുന്നിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞിട്ട് സഹിക്കാനാവാതെ ഭാർഗവിയുടെ നെഞ്ചിൽ കിടന്ന് ദേവിക എന്നുണ്ടെങ്കിൽ കരയുന്നുണ്ട്. ഇതേ സമയം ബോധം വന്ന മാധവനെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും രാധികയോടും ശാരികയോടും പറയുന്നുണ്ട്. അതായത് ഒരു നിഷ്കളങ്കനായ പയ്യനാണ് നന്ദൻ. ആരെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചാൽ അവരുടെ ചതി അവന് മനസ്സിലാവില്ല. ആരൊക്കെ ചേർന്നിട്ട് അവനെ കെണിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കണേ എന്നെല്ലാം പറയുമ്പോൾ ശാരികയും രാധികയും ആകെ ഞെട്ടിപ്പോവാണ്. ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് ആകെ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്. ഒന്ന് വിളിച്ചിട്ട് പോലും നന്ദൻ എന്നുണ്ടെങ്കിൽ കോൾ എടുക്കണില്ല. ഏതായാലും നന്ദനെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയ ഇസബെല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പഴയ വീട്ടിലേക്ക് താമസം മാറി എന്നൊരു കാര്യം അറിയുമ്പോൾ തന്നെ ആകെ ദേഷ്യം വന്നിട്ട് ഒരു കാര്യം വിചാരിക്കുന്നുണ്ട്. അതായത് ഏതൊരു കാര്യം എൻ്റെ അടുത്തും കെവിൻ്റെ അടുത്തും പറയണതാണ്. ഇപ്പോൾ ഇങ്ങനെ നന്ദൻ പറയണില്ലെങ്കിൽ ഇനിയും ദേവികയും നന്ദനും എന്തായാലും കൂടുതൽ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണോ എന്നറിയണ ഇസബെല്ല എന്നുണ്ടെങ്കിൽ ഏതായാലും നന്ദന്റെ മുന്നിൽ തൻ്റെ തനി സ്വരൂപം കാണിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതലും. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.